ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ സേവനദാതാക്കളായ അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിൽ ആരംഭം കുറിച്ചതിന്റെ 22ാം വാർഷികാഘോഷവും അക്ഷയ കണ്ണൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അക്ഷയ സംരംഭകരുടെയും ജീവനക്കാരുടെയും സംഗമവും ഞായറാഴ്ച നടക്കും. ധർമ്മടം ബീച്ചിൽ നടക്കുന്ന പരിപാടി രാവിലെ 10-ന് അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അക്ഷയ കുടുംബങ്ങളുടെ കലാപരിപാടികൾ, വി കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കുട്ടാപ്പു കതിരൂർ നയിക്കുന്ന പാട്ടും പറച്ചിലും പരിപാടിയും എന്നിവ നടക്കും. ജില്ലയിൽ പ്രവർത്തിക്കുന്ന 237ഓളം അക്ഷയ സെന്ററുകളിൽ നിന്നുള്ള 400ഓളം പേർ സംഗമത്തിൽ പങ്കെടുക്കും. 22ാം വാർഷികം ഈ നവംബർ 18-ന് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ കണ്ണൂർ ജില്ലയിൽ ജില്ലാതല വാർഷികമായിട്ട് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. 2002-ലാണ് മലപ്പുറത്ത് അക്ഷയ പദ്ധതി ആരംഭിക്കുന്നത്. പിന്നീട് 2005-ലും 2007-ലുമായിട്ട് സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ 3000-ത്തിലധികം അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏകദേശം 237 അക്ഷയ പ്രവർത്തനം നടത്തി വരുന്നു. ഈ മേഖലയിൽ ഏകദേശം 25,000 പേര് ജോലിയെടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു കേരളത്തിൻ്റെ ഔദ്യോഗിക സംവിധാനമായി 22 വർഷങ്ങളായി നടന്നു വരുന്നൊരു പ്രൊജക്റ്റാണ്. സർക്കാരിതര സേവനങ്ങൾ മുഴുവനായും നടപ്പിലാക്കി വരുന്നത് ഈ കേന്ദ്രങ്ങളിലൂടെയാണ്. ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അക്ഷയ കേന്ദ്രങ്ങളെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതിൽ 2010-ലാണ് നമ്മൾ ഈ ഡിസ്ട്രിക്ട് പദ്ധതി വില്ലേജ് ഓഫീസുകളിൽ താലൂക്ക് ഓഫീസുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളും അക്ഷയ വില്ലേജ് താലൂക്ക് ജില്ലാ കളക്ടറേറ്റ് ഇവയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഡിസ്ട്രിക്ട് പദ്ധതി ആരംഭിച്ചത് 2010-ലാണ്. 2024 എത്തുമ്പോഴത്തേക്ക് 6 കോടിയിലധികം സർട്ടിഫിക്കറ്റ്. വാർത്താ സമ്മേളനത്തിൽ കെ ദീപക്, എം സതീശൻ, എം സനിൽകുമാർ, കെ നിഖിൽ, സി അനിൽകുമാർ, കെ ഷാജി, എ കെ സുമിത്രാനന്ദ്, എം റാഷിഖ് എന്നിവർ പങ്കെടുത്തു.